സോ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ മെച്ചപ്പേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് കളിക്കുന്നത് CS റാങ്ക്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ G1 8 എടുത്തിട്ടുണ്ട്. നമ്മൾ ചാടി നടക്കുകയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ഒക്കെ ചെയ്തൊന്ന് പവർ കാണിക്കണേ എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കയറി വന്ന് ഒരുത്തൻ്റെ നല്ലോണം അടി മേടിച്ചിട്ട് വൂങ്കോങ് ഇട്ട് പോവുകയാണ്. വൂങ്കോങ് ഇട്ട് പോയി ഒളിച്ചിരിക്കുകയെന്ന് വെച്ചപ്പം ഇവിടെ വന്നിരുന്നു. അവിടുന്ന് വന്നടിച്ച് രണ്ടവന്മാരോട് വന്ന് ഞങ്ങൾ അടിച്ച് തേച്ച് കൈസ്. അടുത്ത് നമ്മുടെ ജോൺ ബായ് എന്തൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കളി തന്നെ വന്ന് ചത്തിട്ടുണ്ട്. ജോൺ ബായും പൊട്ടി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കൈസ്. മോനെ ഫസ്റ്റ് റൗണ്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് റൗണ്ട് വന്നിട്ട് എൻ്റെ ഏത് കണ്ണാണ് എടുക്കുന്നത്? G36 എടുക്കുന്നുണ്ട്. എന്നിട്ടത് അസൾട്ട് മോഡിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കട MP5 പോലെ SMG പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ റേഞ്ച് മോഡെന്ന് വെച്ചാൽ നമുക്ക് AKയും ഓഗും ഒക്കെ പോലെ അടിക്കാൻ പറ്റും. AR ഗൺസ് പോലെ അടിക്കാൻ പറ്റും. ആക്ച്വലി ഈ ഗൺ വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അതേ ഉള്ളായിരുന്നു. 2 പർപ്പസ് യൂസ് ചെയ്യാം, അതുകൊണ്ട് അതെടുത്തന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് ചാടി കയറി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ആരെയും നോക്കി കണ്ടില്ല. നേരെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുത്തനെ കണ്ടു കഴിച്ച് നല്ല കുറച്ച് ഡാമേജ് കൊടുത്തു. ഒറ്റ അടിയോടെ കണ്ടായിരുന്നെങ്കിൽ അവൻ പടവായനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അങ്ങനെ വേറെ ഒരു കില്ല്, നമ്മുടെ ഒരു ഫ്രണ്ട് വേറെ മറ്റേ കില്ല് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ഗ്രനേഡ് വന്ന് നമ്മുടെ ആ ജോൺ ബായിയെ പൂട്ടി. ഇവിടുന്ന് വന്ന് ഞാൻ നല്ലോണം ഡാമേജ് കൊടുത്ത് നല്ലോണം കിട്ടുകയും ചെയ്ത് ഒരുത്തനെ നോക്കാക്കി. പക്ഷെ കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, പരിതാപകരം തന്നെ ഗൈസ്. വൂങ്കോങ് ഇട്ട് കയറി വരുന്നുണ്ട്. ഞാനും വൂങ്കോങ് ഇട്ട് അസൾട്ട് മോഡി ഇട്ട് വെടിവെച്ച് അവൻ്റെ കയ്യിൽ UMP മറ്റേ ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ മറ്റേ റോസ് ഐ എന്നങ്ങാണ്ട് പറയുന്ന ഒരു സ്കിന്ന് അത് വെച്ചിട്ട് എന്നെ പൂട്ടി ഗൈസ്. ഇനിയാണ് ഗൈസ് നമ്മുടെ കംബാക്ക് നമ്മൾ അടിക്കാൻ പോണത്. 3ാമത്തെ റൗണ്ട് നമ്മുടെ ഏതാണ് ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഏതാണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ചാടുമ്പോൾ പറന്നു പോകുന്ന ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലം, ഗ്രാവിറ്റിലെസ് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. MP40യും കുറച്ച് ഗ്ലൂവാളും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂമൊന്നും വലിയ രസമൊന്നും ഇല്ല ഗൈസ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ കോസ്റ്റ്യൂം നോക്കുന്നില്ലല്ലോ, കളിക്കാം ഗൈസ്. എല്ലാവരും കമൻറ്റും ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്താണ് ഗൈസ്, ഞാൻ വീഡിയോ ഒന്നും ഇടുന്നതിനൊന്നും കയറുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഓടി വന്നിട്ട് ഒരുത്തനെ അങ്ങ് ചാടി വന്ന് അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട്. MP40 വെച്ച് കില്ലും ഫിനിഷ് ചെയ്ത് ഗൈസ്. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു MP5 കിട്ടി. ഇങ്ങോട്ട് വന്ന് നോക്കി, ആരെയും കണ്ടില്ല. എന്നിട്ട് വിചാരിച്ച താഴെ പോയി നോക്കാമെന്ന്. ഇവൻ നമ്മുടെ എതിരാളി ഗൈസ്, ഇവനെ നമ്മൾ വന്ന് പൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ നമ്മളെ UMP വെച്ച് കുത്തിയാൻ നമ്മൾ അവനെ വന്നങ്ങ് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കില്ലും അങ്ങ് ഫിനിഷ് ചെയ്ത് ഗൈസ്. അവിടെ അതുകൊണ്ട് ലോങ്ങിലെടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഗ്ലൂ ആളിട്ട് അങ്ങ് മറിഞ്ഞ് നമ്മുടെ ഈ കില്ല് അങ്ങ് ഫിനിഷ് ചെയ്ത് ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ അഥവാ ചത്താൽ നമ്മുടെ ആ കില്ല് പോകും ഗൈസ്. നമ്മൾ എൻ്റെ ചാടി ചെന്നിട്ട് അവനെ നമ്മൾ ഓടി ചെന്ന് അടിക്കാൻ നോക്കി. പക്ഷേ നമ്മുടെ സൈഡിലുള്ള ജോൺ ബായ് ആണെങ്കിൽ AWM വെച്ച് അവനെ അങ്ങ് ഫിനിഷ് ചെയ്ത് ഗൈസ്. അങ്ങനെ നമ്മൾ കംബാക്ക് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ വിക്ടറി അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് റൗണ്ട് അല്ല, മൊത്തത്തിലുള്ള ഓവറോൾ 4th റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. MP5 3 എടുത്തു, ഡെസേർട്ട് ഈഗിൾ എടുത്തു, കുറച്ച് ഗ്ലൂവാളും ഗ്രനേഡും ഒക്കെ പടപടാന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്തു. നമ്മുടെ ഈ ഇറങ്ങി ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പോക്കറ്റ് മാർട്ടിൽ കയറിയിട്ട് 2 ഗ്ലൂവാൾ മേടിച്ച്, ഒരു സൂപ്പർ മെഡും ഒരു മഷ്റൂം ലെവൽ 4 നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് 2 മേടിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ മെഡ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. മൊത്തത്തിലുള്ള 4ാമത്തെ റൗണ്ട് നമ്മൾ കളിക്കാൻ പോകുന്നത് ഫോർമുലയിലാണ് ഗൈസ്. അങ്ങനെ ഒരു മോക്കോ സ്പോട്ട് ചെയ്ത് അവനവിടെ ഡിമിത്രി ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ സൈറ്റിൻ്റെ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? അതിപ്പോൾ കിട്ടിയതാണ് ഗൈസ്, നമ്മുടെ മറ്റേ അച്ചീവ്മെൻറ്റ്സിൽ നിന്ന്. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരുത്തനെ ഫേക്ക് ചെയ്ത് ഒരുത്തനെ അങ്ങനെ ഫുൾ റെഡ് അടിച്ച് ഗൈസ്. തല എയിം ചെയ്തിട്ട് അവനെ ഫുൾ റെഡ് അടിച്ച് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അവനെ അങ്ങ് ഫിനിഷും ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ബാക്കിലൊരു ഗ്ലൂ വാൾ ഇട്ടാലോ എന്നിങ്ങനെ ആലോചിച്ച്
എന്നാലും ഒരു ഗ്ലൂ ആളും കിട്ടേക്കാന്ന് വെച്ച് ഗൈസ്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ വേറെ ആരെയും കണ്ടില്ല. നമ്മൾ അപ്പുറത്തെ വണ്ടിയിലോട്ട് ഇങ്ങനെ ചാടി കയറി. അങ്ങനെ പുറകെ ഏതോ ഒരുത്തം വന്ന് ഗൈസ് എന്നെ അങ്ങ് ചാമ്പിയിട്ട് പോയി ഗൈസ്. എന്തോ ചെയ്യാനാ, ഗതികേടെന്നൊക്കെ പറഞ്ഞാൽ പുറകിലൊരുത്തം ഉണ്ടായിരുന്നു, അവനെ എന്നിട്ട് അടിച്ചില്ല, എന്നെ വന്നങ്ങ് ചാമ്പിയിട്ട് പോയി ഗൈസ്. എന്തോ ചെയ്യാനാ അല്ലേ. നമ്മളെ മറ്റവൻ അങ്ങനെ രണ്ടുപേരും സോണിയായിട്ട് രണ്ടുപേരും നോക്കായിട്ടുണ്ട്. നമ്മുടെ ടീമിൽ 2 പേരുണ്ട്. അപ്പുറത്തെ ടീമിൽ ഒരാളേ ഉള്ളൂ, നമ്മുടെ ജോൺ ബായി. അവനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫിനിഷ് ചെയ്ത് ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. കംബാക്ക് റൗണ്ട് ഗൈസ്. 2 റൗണ്ട് എങ്ങനെ ഗൈസ് നമ്മൾ കംബാക്ക് അടിച്ചിട്ടുണ്ട്. എനിക്കിപ്പം 3 കില്ലാണ് ഗൈസ് ഉള്ളത്. പിന്നെ നമ്മൾ വെസ്റ്റ് നമ്മൾ ലെവൽ 3 ആക്കി. ഒരു AW മേടിച്ചു, മഷ്റൂമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ AW ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ലോണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഞാൻ നല്ലോണം AW ഒക്കെ വെച്ച് കളിക്കുമായിരുന്നു ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ ടച്ച് അങ്ങ് പോയി ഗൈസ്. ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ എന്ന് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 11 ആണ് ഗൈസ്. ചേട്ടൻ നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കങ്ങനെ സ്മൂത്തായിട്ട് അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല, എന്നാലും ലാഗില്ലാതെ കളിക്കാം ഗൈസ്. കുഴപ്പമില്ലാതെ നമുക്കിങ്ങനെ കളിക്കാം ഗൈസ്. അവിടെ ഒരു ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അവനെ അങ്ങ് വന്ന് കുറച്ച് ലിറ്റം കൊടുത്ത് ഗൈസ്. എന്നിട്ട് അവൻ ഓടി മാറുന്നു ഗൈസ്. നമ്മൾ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 4 കിടക്കുന്ന ഒരുത്തൻ നോക്കായി. സൈഡിലൊരു ഗ്രനേഡ് അല്ലേ വന്നത് ഗൈസ്. ആ വീട്ടിൽ നിന്ന് ആ ഹൊറിസോൺ എഴുതിയേക്കുന്ന ആ വീട്ടിൽ നിന്ന് ഒരുത്തൻ നല്ലോണം അടിക്കുന്നുണ്ട് ഗൈസ്. ഇനി ഗൈസ് ഒരുത്തൻ എന്താണ്ട് വൂങ്കം ഇങ്ങോട്ട് വന്ന് നമ്മൾ അവനെ അങ്ങ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അവനെ ഞെക്കി അങ്ങ് പിടിച്ച് ഗൈസ്. ഹെഡ് ഷോട്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ ഇതിലേക്കൂടെ വരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ അവനൊരു 150 ലിറ്റ് കൊടുത്ത് രണ്ടാമത്തെ ഷോട്ട് കൊടുക്കാൻ നോക്കി, കിട്ടിയില്ല. ഗ്ലൂവാൾ അങ്ങാണ്ട് പോയി വീണ് ഗൈസ്. നമുക്ക് HP ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് മെഡും അടിച്ചിട്ട് ഗ്രാനേഡ് അങ്ങോട്ട് തൂക്കി എറിയാൻ നോക്കി. അന്നേരം അവൻ ഇങ്ങോട്ടെങ്ങാണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം ഇവിടെ ഒരു തല ഉണ്ട് ദാണ്ടിരിക്കുന്നു. അവ AC-8 എന്തോ വെച്ചിട്ട് എനിക്ക് കിടിലും കുറേ ഡാമേജ് തന്നു. എന്നിട്ട് നമ്മളങ്ങോട്ട് ചാടി മാറി. എന്നിട്ട് നമ്മുടെ MP5 വെച്ച് അടിച്ചങ്ങെടുത്ത് ഈ റൗണ്ടിലെ മാസ്റ്റർ ഞാൻ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കംബാക്ക് 3 റൗണ്ടായിട്ടുണ്ട്. നമ്മുടെ M18X എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിന് 3 ബുള്ളറ്റ് ഉണ്ട് ഗൈസ്. ഡബിൾ ഷോട്ടല്ല, ട്രിപ്പിൾ ഷോട്ടാണ്. എടാ മോനെ സീനല്ലേ, കുത്തി അങ്ങ് പിടിക്കാം ഗൈസ്. പക്ഷേ ഇപ്പോഴും ഈ ലെവൽ 4 വെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ M18X വെച്ച് കുത്തിയാലൊന്നും 3 അടി കൊണ്ട് ചാവത്തില്ല ഗൈസ്. 4 അടി തന്നെ വേണം. നമ്മളങ്ങനെ ഈ സിപ്പ് ലൈൻ പിടിച്ചിട്ട് അപ്പുറത്തോട്ടായി ഈ സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ ഇവിടെ ഒരുത്തനെ കണ്ട് നമ്മൾ അങ്ങോട്ട് പോകണോ വേണ്ടിയോ എന്ന് വെച്ച് വൂങ്കോ അങ്ങോട്ടും കയറി ഗൈസ്. അന്നേരം അവൻ ഗ്ലൂ വാളിട്ടങ്ങ് അടച്ച്. ഈ ഗ്യാപ്പിൽ കൂടെ അടിക്കേണ്ടതെന്ന് വെച്ച് ഞാനും ഗ്ലൂ വാളിട്ട്. എന്നിട്ട് അവൻ തോണ്ടെ അതും പിടിച്ചിട്ട് പോയി. ഒരു ഹെഡ് ഷോട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു ബോഡി ഷോട്ട് പോലും കയറി ഗൈസ്. കയ്യിലൊരെണ്ണം കൊടുക്കാമെന്ന് വെച്ചാൽ അതും നടന്നില്ല. എല്ലാം പോയി. ഇത്ര ഷോട്ടാണ് ഗൈസ് മിസ്സാവുന്നത്. എന്താ അല്ലേ ഗൈസ്. നമ്മൾ ടീമേറ്റ് അവിടെ നോക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ സിപ്ലയും പിടിച്ച് നമ്മൾ കയറിയ സ്ഥലത്തു നിന്ന് തന്നെ പോയി എവിടെ സൈഡിലിറങ്ങി. അവൻ കണ്ടില്ല. എന്നുവെച്ചാൽ നേരെ ഒരു 3 ഷോട്ട് കൊടുത്ത് ആ കില്ലാരോ കൊമ്മിക്കൊണ്ട് പോയി. ഇവിടെ ഒരുത്തനെ വന്ന് 3 ഷോട്ട് കൊടുത്ത് അവനെ സോണിയാക്കി. അതിന് നോക്കുമ്പോൾ മണ്ടയിലെടുത്ത് UMP വിളിച്ചിപ്പോണ്ട് കേസ്. എനിക്കാണെങ്കിൽ 42 HP ഉള്ളു. 2 അടി കൊണ്ടാ ചാവും. അങ്ങനെ സൂപ്പർ മഡ് നമ്മൾ അടിച്ചിട്ടാണെങ്കിൽ നമ്മൾ മണ്ടയിലോട്ട് വന്നു. അവനെ നമ്മളൊരു ട്രിപ്പിൾ ഷോട്ട് കൊടുത്ത് നമ്മളെ മാച്ചിങ് പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.